അതിനിടയ്ക്ക് ഇവിടുത്തെ പത്രങ്ങളിൽ പറയും നമ്മൾ ബംഗ്ലാദേശിനെ 4 ആക്കുന്നു, പാകിസ്ഥാനെ 5 ആക്കുന്നു, അവരെ 10 ആക്കുന്നു. നോൺസെൻസാണ് ഇതൊക്കെ പറയുന്നത്. അത് ആക്കുവാണെങ്കിൽ ആക്കി കഴിഞ്ഞ ശേഷം ആക്കി എന്ന് പറയാം. വല്ലതും ആക്കാൻ പറ്റുമോ? ഈ പറയുന്ന പോലെ അത്ര ഇതാകുന്നു. ആക്കിയേനെ ഈ പാകിസ്ഥാനെ 3, 4 ഒക്കെ ആക്കാൻ പറ്റിയേനെ. ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലായിരുന്നുവെങ്കിൽ. അത് കഴിയുമ്പോൾ പാകിസ്ഥാൻ ഒരു അപ്പർ ഹാൻഡായി. ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നു, ബലൂച്ച് ഇഷ്യൂ, പാകിസ്ഥാൻ താലിബാനെ ഇന്ത്യ സഹായിക്കുന്നു, അവരെ നടക്കുന്നു. അപ്പം അതിൻ്റെ അതൊരു സീസ്ഫയർ അഗ്രിമെൻറ്റിനകത്ത് വന്നിരിക്കുന്ന ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്ഫോടനം നടന്നു കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ പെട്ടെന്ന് നിഷേധിക്കുന്നു. അതായത് അവർ ഇങ്ങോട്ടും ചെയ്യത്തില്ല, നമ്മൾ അങ്ങോട്ടും ചെയ്യരുത്. ഈ രീതിയിലാണ് സീസ്ഫയർ വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ. കാരണം ആ ഓപ്പറേഷൻ നിലച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി. കാരണം നമ്മൾ സിമ്പിളായിട്ട് അജ്ഞാതന്മാരെ ഉപയോഗിച്ച് ഇമാരെ ഒത്തിരി പേരെ തട്ടി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ 9 മാസമായിട്ട് നിങ്ങൾ കേട്ടോ ഒരെണ്ണമെങ്കിലും. ഇപ്പം ബലൂച്ചിൽ അവർക്ക് പഴയ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന്. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പാകിസ്ഥാൻ താലിബാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ പലത് പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിലയിടത്തൊക്കെ അട്ടർ ഫെയിലിയർ ആയിപ്പോയി. അണ്ടർ കവർ ഓപ്പറേഷൻ പലയിടത്തും നമ്മൾ ചെയ്ത് വിജയിച്ചേനെ. ഇനി ആ ഒരു സംഭവം ഇല്ലാതായി. ഇനി അത് ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അഡ്വാൻറ്റേജ് ആണോ, നേടിയോ, കോട്ടമാണോ, എഡ്ജാണോ, നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ടോ, ഡോമിനേറ്റ് ചെയ്തോ, ഇതൊക്കെ ഓരോ ദിവസങ്ങൾ വരുമ്പോഴാണ് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രമാത്രം കയറി ബംഗ്ലാദേശിൻ്റെ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും വന്നതിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇത്രമാത്രം അടുക്കുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അറിയത്തില്ലായിരുന്നു ഇത് ഇത്ര പ്രശ്നമുണ്ടാകുമെന്നുള്ള സംഭവം. അറിയാം. അതിനെന്ത് റെമഡിയാണ് എടുത്തത്? യൂനിസ് ഖാൻ ഒരു പ്രാവശ്യം കണ്ടാൽ മതിയോ? ഒരു പ്രാവശ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ മന്ത്രി കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യ വന്നിട്ട് ഒരു 1.5 മാസം മുമ്പ് എന്തുകൊണ്ട് അവരെ കോൺഫിഡൻസിൽ എടുക്കാൻ സാധിച്ചില്ല? ഇന്ത്യ ബംഗ്ലാദേശ് പട്ടാളവുമായിട്ട് സ്ഥിരം എക്സസൈസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നിർത്തി. എങ്ങനെയാണ് ഈ ബംഗ്ലാദേശി പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാരെ വന്ന് ട്രെയിൻ ചെയ്യുന്നത്?